ഇനി നമ്മൾ ബീഹാറിലേക്ക് പോകുമ്പോൾ ബീഹാറിൽ നടന്ന യോട്ട് യാത്ര രാഹുൽ ഗാന്ധി ഇമേജ് വർദ്ധിപ്പിച്ചു. തൻ്റെ ഇമേജിന് കോട്ടം തട്ടി കാണും, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ മുകളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ബോധം തേജസ്വി യാദവിനുണ്ടായിരിക്കുന്നു. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു യാത്ര സംഘടിപ്പിക്കാൻ ഈ വോട്ട് ചോർ വിവാദം ഉൾപ്പെടെ അതുപോലെ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ നടത്താൻ പോകുന്ന വാഗ്ദാനങ്ങൾ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എത്തിച്ചുകൊണ്ടുമുള്ള വലിയൊരു യാത്ര നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനകത്ത് രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടുത്തില്ല. രാഹുൽ ഗാന്ധി എവിടെയെങ്കിലും 1-2 സ്ഥലങ്ങളിൽ അവർ ക്ഷണിക്കും. അവിടെ വന്ന് പിന്നെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ പ്രസംഗിക്കുകയോ ചെയ്യാൻ മാത്രമായിരിക്കും കോൺഗ്രസ് നേതാക്കൾക്ക് ഉള്ളത്. ഈ ജാഥ നയിക്കുന്നതും ജാഥ സംഘടിപ്പിക്കുന്നതും ജാഥ കൊണ്ടുപോടക്കുന്നതും തേജസ്വി യാദവിന്റെ പരിപൂർണമായ നിയന്ത്രണത്തിലും നേതൃത്വത്തിലും മേധാവിത്വത്തിലുമായിരിക്കും. തൻ്റെ പിന്നെ ശക്തി ഉയർത്തിക്കാണിക്കാൻ, തൻ്റെ ഇമേജ് ഉയർത്തിക്കാണിക്കാൻ വേണ്ടി വീണ്ടും ഒരു ജാഥ നടത്തുകയാണ്. 130 മണ്ഡലങ്ങളിലെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജാഥയാണ് ഈ തേജസ്വി യാദവ് പ്ലാനിട്ടിരിക്കുന്നത്. അവർ തീരുമാനിച്ചു കഴിഞ്ഞു. അത് തീരുമാനിച്ചിട്ട് കോൺഗ്രസിനോടും ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളോടും പറയും, നിങ്ങൾ കൂടി സഹകരിക്കണം, എനിക്ക് പിന്തുണ നൽകണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. നിവർത്തിയില്ലാത്തത് കൊണ്ട് കോൺഗ്രസ് അത് ശരി, ഞങ്ങൾ പിന്തുണയ്ക്കാം.